ഹലോ വെൽക്കം ലൈഫ് മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ഫ്രഞ്ച് എസൻസ് ആംബർ മാജിക് എന്ന പെർഫ്യൂമാണ്. ഈ ഫ്രഞ്ച് എസൻസ് എന്നുള്ള ബ്രാൻഡ് മോസ്റ്റ്ലി നമ്മൾ ഇൻസ്പയർഡ് പെർഫ്യൂംസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ബഡ്ജറ്റിൽ അത്യാവശ്യം തിരക്കടില്ലാത്ത ആ കൊടുക്കുന്ന പ്രൈസിന് വർത്ത് ആയിട്ടുള്ള പെർഫ്യൂംസ് തന്നെയാണ് ഫ്രഞ്ച് എസൻസിന്റെ കാണാറുള്ളത്. സോ ഈ ആംബർ മാജിക് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഇത് മോസ്റ്റ്ലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇൻസ്പയർഡ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കുന്ന ഒരു പെർഫ്യൂമാണ്. ഇതൊക്കെ ഒന്ന് ഇട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കാം. ഇത് ഇതിന്റെ 10 ml ആണ് കേട്ടോ. ഇതിങ്ങനെ 10 ml ആയിട്ടും വരുന്നുണ്ട്, വലുതും വരുന്നുണ്ട്. ഓക്കെ, ഞാൻ 10 ml വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് വീഡിയോ ചെയ്യാം എന്നുള്ള ഒരു പർപ്പസ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് യൂസ് ചെയ്യോ ഇല്ലേ എന്നുള്ളതൊക്കെ ചാൻസസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാല്, ഇത് സ്ട്രൈറ്റ് അവേ ഇതെന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറയാം. നമുക്ക് ചില എന്താ പറയാ ഷേവിങ് ക്രീമുകളിൽ നിന്നും കിട്ടുന്ന ഒരു ആഫ്റ്റർ ഷേവ് ലോഷൻസ്, അതല്ലെങ്കിൽ ചില ഷേവിങ് ക്രീമുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് 4711 പെർഫ്യൂമായിട്ടൊക്കെ സിമിലർ ആയിട്ട് കിടക്കുന്ന ആ ഒരു വൈറ്റ് ഫ്ലോറൽ ടച്ച് ഒക്കെ വരുന്നത് എന്നാണ്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ് ഇത്. 4711 ക്ലോണൊന്നുമല്ല. ആ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു വൈബ്, ഒരു നല്ല ഒരു മാൻലി മസ്കുലിൻ ഒരു ഷേവിംഗ് ക്രീം അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. ഇനി ഇതിന്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ, ഇതിന്റെ ഓപ്പണിംഗ് തന്നെ നമുക്കൊരു സ്നിഫ് ചെയ്താലൊക്കെ ഇതിലൊരു ഫ്രഷ് അരോമാറ്റിക് നോട്ട്സ് ആണ് ഫീൽ ചെയ്യുന്നത്. കുറച്ചൊരു എന്തൊക്കെയോ ഒരു നോട്ട്സ്, ഒരു പൂക്കളുടെ പോലത്തെ ഒരു ഫ്രാഗ്രൻസും അതിന്റെ കൂടെ ഫ്രഷ്നെസ്സും. ഇത്തിരി ഒരു സ്പൈസി ഹിന്റ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സ്പൈസി ഹിന്റ് കൂടുതൽ ഡെവലപ്പായി വരുന്നുണ്ട്. ഒരു ഇത്തിരി ഡ്രൈ ഡൗൺ ചെയ്യുമ്പോൾ സ്പൈസി നോട്ട്സിലേക്ക് മാറുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു മസ്കും വരുന്നുണ്ട്. ശരിക്കും ഇതൊരു മസ്കി സ്പൈസി ആയിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുക. കുറച്ചൊരു ഡ്രൈ ഡൗൺ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലത്തെ എന്തോ ഒരു വൈറ്റ് ഫ്ലോറലിന്റെ ഒരു ടച്ചും വരുന്നുണ്ട്. പിന്നെ ഇതൊരു ആംബർ ലെതറി നോട്ട്സിലേക്ക് ലാസ്റ്റിലേക്ക് മാറിപ്പോവാണ്. അത് ഇനീഷ്യലി ഒരു ചെറുതായിട്ടൊരു ആംബർ മൊത്തത്തിലൊരു ലെയർ ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര വിസിബിൾ ഒന്നുമല്ല. ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഒരു ആംബർ നോട്ട്സ് കൂടുതൽ ഡെവലപ്പായി വരുന്നുണ്ട്. ഇടയിൽ ഒരു മിഡിൽ സൈഡിലൊക്കെ ആയിട്ട് ഒരു മസ്കിന്റെ ടച്ചും വരുന്നുണ്ട്. അങ്ങനെയാണ് പെർഫ്യൂം ഉള്ളത്. ഞാനത് യൂസ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഇനീഷ്യൽ ഇംപ്രഷൻ ഉണ്ടല്ലോ, ഒരു സാധനം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റിൽ കിട്ടുന്ന ആ ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, അതെനിക്ക് ഇതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ സ്നിഫ് ചെയ്താൽ ഷേവിംഗ് ക്രീമിന്റെ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. പേഴ്സണലി മിക്ക ഷേവിംഗ് ക്രീംസ് അല്ലെങ്കിൽ ഷേവിംഗ് ലോഷൻസ് ഒക്കെ നമ്മൾ അതിന്റെ ഫ്രാഗ്രൻസുകൾ ഇഷ്ടപ്പെടുന്നവർ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു വൈബാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഇത് ഏതെങ്കിലും ഇൻസ്പയർഡ് ആണോ എന്ന് ചോദിച്ചാൽ, അത് അങ്ങനെ ഏതെങ്കിലും പെർഫ്യൂംസ് ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എവിടേക്കോ ചെറുതായിട്ട് നമ്മളെ ഈ ഓൾഡ് സ്പേസിന്റെ ഒക്കെ പഴയ ആഫ്റ്റർ ഷേവ് ലോഷൻ ഒക്കെ അല്ലേ, ആ ഒരു ടച്ച് ഒക്കെ വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഒന്നും അല്ല, ആ ഒരു ടച്ച് ഇതിന്റെ ഉള്ളിൽ എവിടേക്കോ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു വൈബ് കിട്ടുന്ന ഒരു പെർഫ്യൂം. പിന്നെ ഇതൊരു ന്യൂജൻ പെർഫ്യൂം ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. നമുക്ക് അത്തരം ഫ്രാഗ്രൻസുകളൊക്കെ കുറെ നാൾ മുന്നേ തന്നെ നമ്മളെ മാർക്കറ്റിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസസ് ആണ്. സോ അതാണ് ഇതിന്റെ വൈബ് വരുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ, ഇതൊരു 1 hourന്റെ ഉള്ളിലുള്ള ഒരു പ്രൊജക്ഷനെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അവിടുന്ന് ഒരു 3 hours വരെ, മാക്സിമം ഓഫ് 3 hours വരെ ലോഞ്ചിവിറ്റി ഉണ്ട്. അതിനപ്പുറത്തോട്ടൊന്നും കിട്ടുന്നില്ല. ഒരു ഡീസെന്റ് എന്ന് പറയാം ഈ ഒരു പ്രൈസിന്. ഇതിന്റെ വലുതിന് മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഒരു 100 ml ഒരു 500 rupees ഉള്ളിൽ പ്രൈസ് വരുന്ന പെർഫ്യൂംസ് ആണ്. സോ അങ്ങനെ നമ്മൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഡീസെന്റ് പെർഫോമർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഞാൻ ഈ ഒരു പെർഫ്യൂമിന് പർട്ടിക്കുലർലി ഇത് ഏതിനെങ്കിലും ഇൻസ്പയർഡ് ആണോ എന്നറിയാൻ ഞാൻ ചില വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടു നോക്കി. പക്ഷെ അതിൽ പറയുന്ന മിക്ക വീഡിയോസിലുള്ള ആളുകളും ഈ പെർഫ്യൂം ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് മേ ബി അത് മോസ്റ്റ് ഓഫ് ദി വീഡിയോസും ചിലത് 10 months ബാക്കിലുള്ളത്, ചിലത് 2 years എന്നൊക്കെ കാണിക്കുന്നുണ്ട്. മേ ബി ആ ഒരു സമയത്ത് ഇറങ്ങിയത് ചിലപ്പോൾ കൂടുതൽ നിൽക്കുന്നതായിരിക്കാം. എന്തായാലും എന്റെ കയ്യിലുള്ളത് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അത്ര നിൽക്കുന്നൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 3 hours എന്നുള്ള ആ ഒരു ഡീസെന്റ് പെർഫോമൻസ് തരുന്നുള്ളൂ. അതല്ലാതെ മറ്റ് വീഡിയോസിൽ കണ്ട പോലെ എനിക്ക് അങ്ങനെ 8 hours 9 hours അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇനി എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്തതാണോന്നും അറിയില്ല. ചില പെർഫ്യൂംസ് അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇത് ഏത് ഒക്കേഷൻസിൽ കാണാമോ ചോദിച്ചാൽ, ഓൾ ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. ഇത് ഇത്തിരി കൂടുതൽ അപ്ലൈ ചെയ്താൽ നമുക്ക് പാർട്ടിക്കും പറ്റണതാണ്. ബട്ട് ഒരു കാഷ്വൽ ആയ ഒരു പെർഫ്യൂമായിട്ട് യൂസ് ചെയ്ത് പോകുന്നതായിരിക്കും
നല്ലത്. അതല്ലാതെ പാർട്ടിക്കൊന്നും ഇപ്പൊ ഇങ്ങനെ ഒരു ആഫ്റ്റർ ഷേവ് ഫ്രാഗ്രൻസ് ആയിട്ട് പോകണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. Anyways, that's all for this video. Thanks for watching.